ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി വിച്ച് റിവെഞ്ച് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സത്യം പറയാലോ, ഇത് നമ്മൾ ഇത്രയും നാൾ കണ്ട മൂവീസിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കും. അതേപോലെ തന്നെ മൂവി തുടങ്ങി പകുതി എത്തുമ്പോൾ തന്നെ നിങ്ങൾക്കും എന്തായാലും തോന്നും അവന്മാർക്ക് അത് തന്നെ കിട്ടണമെന്ന്. അതെന്താണെന്ന് നിങ്ങൾ ഈ ഒരു മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കഥ തുടങ്ങുമ്പോൾ ഒരു വലിയ കാട്, നല്ല ഇരുട്ടുണ്ട്. കാണിക്കുമ്പോൾ ഒരു സ്ത്രീ ശരീരം മുഴുവനും രക്തമായിട്ട് ഈ ഒരു കാടിനുള്ളിലൂടെ അങ്ങനെ ഓടുന്നു. കാരണം അവൾ എന്തോ കണ്ട് പേടിച്ചിട്ടാണ് ഓടുന്നത്. അങ്ങനെ കുറേ ദൂരെ ഓടുമ്പോഴത്തേക്കും പെട്ടെന്ന് അവളുടെ മുന്നിൽ ഒരു വലിയ രൂപം അവളുടെ മുന്നിലേക്ക് വന്നിട്ട് അവളുടെ കഴുത്തിന് പിടിച്ച് മുകളിലേക്ക് ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ്. ആ ഒരു സമയത്ത് ഈ ഒരു പെണ്ണ് ആൻഡ്രൂ എന്ന് പറഞ്ഞിട്ട് ആരുടെ പേരിങ്ങനെ വിളിക്കുന്നുണ്ട്. അതുമല്ലാതെ അവൾ നല്ലതുപോലെ പേടിക്കുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് ആ ഒരു പെണ്ണ് കണ്ണു തുറക്കുന്നത്. സത്യത്തിൽ ഇത്രയും നേരം അവൾ കണ്ടത് സ്വപ്നമായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. അങ്ങനെ ആ ഒരു സ്വപ്നം കണ്ട് പേടിച്ചെഴുന്നേറ്റിട്ട് അവളിപ്പോ കണ്ടത് സ്വപ്നമാണോ അതോ റിയൽ ആയിട്ടുള്ള കാര്യമാണോ എന്ന് അവൾക്ക് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ അവൾ റൂമിൽ നിന്ന് കിച്ചണിലേക്ക് വരുമ്പോൾ അവിടെ അവളുടെ ഫിയാൻസെ നിൽക്കാണ്. അവന്റെ പേര് ആൻഡ്രൂ എന്നാണ്. അപ്പോൾ സ്വപ്നത്തില് അവൾ വിളിച്ച പേര് ഇവന്റെ പേരാണ്. ഇപ്പൊ ആൻഡ്രോയെ പറ്റി പറയുകയാണെങ്കിൽ അവൻ അത്രയും നല്ലൊരു വ്യക്തിയാണ്. അവളെ അത്ര ഇഷ്ടപ്പെടുന്ന ലോയൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അതുപോലെ ഇവർക്കാണെങ്കിൽ ഒരു വളർത്തു നായയുണ്ട്. അതിനോടൊപ്പം ഇവർ രണ്ടുപേരും നല്ല സന്തോഷമായിട്ടുള്ള ജീവിതമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് നല്ല ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ കല്യാണത്തെ പറ്റിയല്ല ഇവർ നല്ലതുപോലെ സംസാരിക്കുന്നു. കൂടാതെ ഇവരിപ്പോൾ നിൽക്കുന്നത് യുക്രൈനിലാണ്. അങ്ങനെ ഇവരുടെ ജീവിതമാണെങ്കിലും സന്തോഷമായിട്ട് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആൻഡ്രോ ആയാലും ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോയിൻ അവൾ ആ ഒരു സ്വപ്നം കണ്ടല്ലോ അതിനെപ്പറ്റി തന്നെ വീണ്ടും ആലോചിച്ചിട്ട് നല്ലതുപോലെ പേടിച്ച് ആൻഡ്രൂ ആ ഒരു കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് ഫോൺ എടുത്ത് അവളുടെ ആന്റി ആയിട്ടുള്ള യാടെന്ന് പറഞ്ഞ ഒരു സ്ത്രീയുണ്ട് അവരിങ്ങനെ വിളിച്ച് അവൾ ഈ ഒരു സ്വപ്നം കണ്ടല്ലോ ആ ഒരു സ്വപ്നത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഇതെല്ലാം ആ ഒരു ആന്റിയോട് പറയാണ്. ഇതുപോലെ ആ ഒരു സ്വപ്നത്തിൽ എന്നെ മരണം വന്ന് കൊണ്ടുപോകുന്നത് പോലെയാണ് ഞാൻ കണ്ടത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. അതുമല്ല ഈ ഒരു മരണം അപ്പോഴേക്കും ആ ഒരു ആന്റി പറയും അങ്ങനെ ഒരു സ്വപ്നം ഒരിക്കലും സാധാരണയായിട്ട് ഒരാൾക്ക് കാണാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു. ഒരുപക്ഷെ നിനക്കോ അല്ലെങ്കിൽ ആൻഡ്രോയ്ക്കോ ആ ഒരു കാര്യം സംഭവിക്കാം. അത് മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ ഈ ഒരു ആന്റിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അറിയാമെന്ന് തോന്നുന്നു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും മാസങ്ങൾ വീണ്ടും ഇങ്ങനെ കടന്നു പോവാണ്. ഹീറോയിനും ആൻഡ്രോയും നല്ലതുപോലെ തന്നെ ജീവിക്കുന്നുണ്ട്. ഇപ്പൊ കാണിക്കുമ്പോൾ 2022 ഫെബ്രുവരി 23 ഈ ഒരു ദിവസം ഇവരുടെ ആനിവേഴ്സറിയാണ്. അതിന്റെ ഒരു ആഘോഷം വീട്ടിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സന്തോഷത്തിലെ അന്നത്തെ ദിവസം കഴിഞ്ഞു പോകുന്നതും ഇവരുടെ സന്തോഷം എന്തായാലും ഇവിടെ വെച്ച് അവസാനിക്കാൻ പോവാണ്. കാരണം അടുത്ത ദിവസം തന്നെ റഷ്യ ഉക്രൈനിലേക്ക് വന്ന് ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ റഷ്യയിലെ പട്ടാളക്കാരെല്ലാം ഈ ഒരു സിറ്റികളിലേക്ക് കടന്നു കയറി അവിടെയുള്ള സാധാരണക്കാരെ ഉപദ്രവിക്കുക, തട്ടിക്കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുക്രൈൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു സന്തോഷം ഇവിടെ വെച്ച് അവസാനിക്കാൻ പോവാണ്. ഇപ്പൊ രണ്ടുപേർക്ക് ഈ ഒരു നാട്ടിൽ നിൽക്കാൻ കഴിയത്തില്ലല്ലോ, എവിടെയെങ്കിലും സേഫ് ആയിട്ട് പോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻഡ്രൂ ഹീറോയിനെ വിളിച്ചിട്ട് ഈ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകാനായിട്ട് തീരുമാനം എടുത്ത് ഇവർ രണ്ടുപേരും കാറിലേക്ക് കയറുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ ഒരു സജഷൻ വെക്കുകയാണ്. നമുക്ക് എന്റെ ആന്റിയുടെ വീട്ടിലേക്ക് പോയാലോ, അതൊരു കാടിന് നടുവിലാണ്. അതുപോലെ 2ാം ലോക മഹായുദ്ധത്തിൽ അത് സേഫ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. ആന്റി അവിടെയാണ് താമസിക്കുന്നത്, നമുക്ക് അവിടേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ആൻഡ്രൂവിനായാലും അത് ഓക്കെ ആയിട്ട് തോന്നിയിട്ട് ഇപ്പൊ ഇവര് രണ്ടുപേരും ആന്റി യാടെന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കാടിനുള്ളിലൂടെയാണ് ഇവർക്ക് പോകേണ്ടത്. അങ്ങനെ ഇവര് രണ്ടുപേരും കാർ ഓടിച്ചിട്ട് ആ ഒരു കാടിനുള്ളിലൂടെ പോവാണ്. കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് കുറച്ച് പട്ടാളക്കാര് ഇവരെ തടഞ്ഞു നിർത്തും. അവര് കാടിനുള്ളിൽ ക്യാമ്പ് ചെയ്തേക്കാണ്. അപ്പൊ ഇവര് രണ്ടുപേരും വണ്ടി നിർത്തിയിട്ട് നമ്മുടെ ആൻഡ്രൂ അവരോട് സാധാരണ രീതിയിൽ സമാധാനമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇവരായാലും നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അപ്പോഴേക്കാണ് ഈ ഒരു കാറിന് മറ്റൊരു വശത്ത് കയറുന്ന 2 പട്ടാളക്കാര് ഹീറോയിനെ കാണുമ്പോഴത്തേക്കും അവളോട് മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. അവരുടെ നോട്ടവും സംസാര രീതിയും എല്ലാം അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, എന്തായാലും ഇവരോട് പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ ആൻഡ്രൂ ആയാലും അവരോട് അധികം പ്രതികരിക്കാതെ സാധാരണ രീതിയിൽ തന്നെ നിൽക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവന്മാർ എന്ത് ചെയ്യുന്ന ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇനിയിപ്പോ എന്ത് ചെയ്യുന്നാലോ ചിരിക്കുമ്പോഴത്തേക്കാണ് ഇവന്മാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൽ 2-3 പട്ടാളക്കാർ മാറി നിന്നിട്ട് ഇവരിപ്പോ വിടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു പെണ്ണിനെ വേണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ഇത് കേട്ട ആ ഒരു ലീഡർ അയാൾ എന്താ ചെയ്യേണ്ടത്, ഇതൊന്നും വേണ്ട അവര് വിടാന്ന് പറയാനല്ലേ ചെയ്യേണ്ടത്. പക്ഷെ ഇവന്മാരോ അതിന് സമ്മതിച്ചു കൊടുത്തിട്ട് ഇപ്പോ അവന്മാര് വീണ്ടും തിരിച്ചു വന്ന് നമ്മുടെ ഹീറോയിനോട് മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് ഇവരെ രണ്ടുപേരും കാറിൽ നിന്ന് ഇറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആൻഡ്രോയുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. അവൻ അത് പതിയെടുക്കുമ്പോൾ ഒരു പട്ടാൾക്കാരൻ അവൻ പിടിക്കാനായിട്ട് വരും. പക്ഷെ അതിന് മുന്നേ തന്നെ അവനെ ഷൂട്ട് ചെയ്തിട്ട് ആൻഡ്രൂ പെട്ടെന്ന് തന്നെ ആ ഒരു കാർ ഓടിച്ച് പോകുന്ന വഴിക്കുന്ന ഒരു പട്ടാളക്കാരന്റെ കാലിലൂടെ കയറ്റി ഇറക്കി അങ്ങ് പോവാണ്. അപ്പോഴേക്ക് ഈ പട്ടാളക്കാരാണെങ്കിലും പെട്ടെന്ന് തന്നെ ഇവരുടെ കാറിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ അവർ രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകുന്നതും ഇനിയിപ്പോ ഈ ഒരു പട്ടാളക്കാർക്ക് ഇവരുടെ പുറകെ പോയിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവരെ വെറുതെ വിടും. അങ്ങനെ അത് കഴിഞ്ഞ് ഇവര് രണ്ടുപേരും കാർ ഓടിച്ച് നേരെ വീട്ടിലേക്ക് വരുന്നതും
ഈ കാറിൽ നല്ല രീതിയിൽ ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഇവിടെ അവർ നായ്ക്കുട്ടിയില്ലേ, അതിന്റെ ദേഹത്തും ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ട്. അപ്പൊ അവർ ആന്റി വരുമ്പോഴത്തേക്ക് നായ്ക്കുട്ടീനെ എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഇപ്പൊ ഹീറോയിൻ ആൻഡ്രോയെ നോക്കുമ്പോൾ അവന്റെ ദേഹത്തും ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ട്. അങ്ങനെ അവള് വന്നിട്ട് കാറിൽ നിന്ന് അവനെ പുറത്തേക്ക് ഇറക്കി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അധികം നേരം പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. കാരണം അവർ ബുള്ളറ്റ് കൊണ്ടിട്ട് തന്നെ ഒരുപാട് നേരമായി. അതുകൊണ്ട് തന്നെ ആൻഡ്രൂ അവിടെ വെച്ച് മരണപ്പെടുകയാണ്. ഇതുകൂടി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ അത് സഹിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം അവൾ അത്ര ആഗ്രഹിച്ചൊരു ജീവിതമായിരുന്നു. പക്ഷേ ഇവിടെ വെച്ചത് അവസാനിക്കുകയാണ്. അതുമല്ല അവൾ കണ്ട ആ ഒരു സ്വപ്നവും വെറുതെ ആയില്ല. സത്യത്തിൽ അവൾ ആ ഒരു സ്വപ്നം കണ്ടപ്പോൾ ആൻഡ്രൂവിനെ കൊണ്ടുപോകാനായിട്ടാണ് അത് വന്നത് എന്നുള്ള കാര്യം അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ആൻഡ്രൂയുടെ ആത്മാവിനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു പട്ടാളക്കാരെ കാണിക്കുമ്പോഴത്തേക്കാണ് ഹ്യൂമാർ ഇത്രയും കാര്യം ചെയ്തിട്ടും അതിന്റെ ഒരു കുറ്റബോധവും വേറെ ഒന്നുമില്ല. കൂടെ പരിക്ക് പറ്റിയ ഒരു പട്ടാളക്കാരനെ അവിടെ എവിടേക്ക് കിടത്തിയിട്ട് ഇവന്മാര് അവരുടെ കാര്യം നോക്കി ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ആൻഡ്രൂയുടെ ശരീരം അവൾ വൃത്തിയാക്കുകയാണ്. കാരണം അവന്റെ ശരീരത്തിൽ ഇനി ജീവനില്ല. അവസാനമായിട്ട് അവൾക്ക് കാണാൻ പറ്റിയ ഒരു അവസരം ഇത് മാത്രമാണ്. അങ്ങനെ അവന്റെ ശരീരം വൃത്തിയായിക്കൊണ്ട് നിൽക്കുമ്പോൾ യാടെന്ന് പറഞ്ഞ ആ ഒരു ആന്റി ഉണ്ടല്ലോ, അവര് വന്നിട്ട് മോളെ നിനക്കിപ്പോ കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവള് പറയും കുഴപ്പമുണ്ട്, കാരണം ഞാൻ അത്രയും സ്നേഹിച്ച ഒരാളെയാണ് അവർ കൊന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ആന്റി പറയുന്നുണ്ട് ഇല്ല മോളെ, നീ നിന്റെ ജീവിതത്തിൽ ഒരുപാട് പേര് മരിച്ചത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് നിനക്ക് ഇത്രയും വിഷമം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നീ അവനെ എത്രത്തോളം സ്നേഹിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഇതുകൂടി കേൾക്കുന്നത് ഹീറോയിൻ ഇവന്റെ മരണത്തിന് പ്രതികാരം ചെയ്തേ മതിയാവൂ എന്നുള്ള ഒരു തീരുമാനം എടുക്കാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും മരിക്കാൻ പോകണം. എങ്ങനെയാണെന്നറിയോ? പതിയെ വേദന അനുഭവിച്ച് ഇഞ്ചിഞ്ചായിട്ട്. എന്നിട്ട് ആ ഒരു ആന്റിയോട് പറയും ഇനി ആന്റിയുടെ ശരീരം അടക്കം ചെയ്തോ, ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവളിപ്പോ ഈ ഒരു വീട്ടിലെ ഒരു സീക്രട്ട് ആയിട്ടുള്ള മുറിയുണ്ട്. അതിങ്ങനെ ചവിട്ടി പൊളിച്ച് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതിനകത്ത് ഈ ഒരു മന്ത്രവാദം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു മന്ത്രവാദിനിയുടെ മുറിയാണ്. അങ്ങനെ ആ ഒരു മുറിക്കകത്തേക്ക് ചെന്നിട്ട് നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാല് ഒരു മാന്ത്രിക കണ്ണാടിയുണ്ട്, അതിന്റെ മുന്നിലേക്ക് ചെന്ന് നിന്ന് അവളുടെ വസ്ത്രം അങ്ങ് ഊരി മാറ്റും. എന്നിട്ട് അവൾ നോക്കുമ്പോഴത്തേക്കാണ് അവളുടെ കയ്യിൽ ഒരു പ്രത്യേകതരം ടാറ്റു അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ടാറ്റു അതൊരു സാധാരണ ടാറ്റു അല്ല, അവളുടെ ഒരു സൂപ്പർ പവറിന്റെ സിമ്പിൾ ആയിട്ടുള്ള ടാറ്റു ആണ്. അത് ഹീറോയിൻ പതിയെ അങ്ങനെ മാറ്റുന്നതും ഇപ്പൊ ആ ഒരു ഭാഗത്ത് അവൾ ഒരു മുറിവുണ്ടാക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവളുടെ ശരീരത്തിലേക്ക് ആ ഒരു പവർ കയറി പോകുന്നത് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവൾക്ക് വേറെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ശക്തി അവളുടെ ശരീരം മുഴുവനായിട്ടും പടർന്നു പിടിച്ച് അവളുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കാണ് സത്യത്തിൽ നമ്മുടെ ഹീറോയിൻ ഒരു മന്ത്രവാദിനിയായിരുന്നു. അതുപോലെ അവൾക്കൊരു സാധാരണ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആൻഡ്രൂവിനെ സ്നേഹിച്ച് അവനോടൊപ്പം ഒരു മനുഷ്യ സ്ത്രീയായിട്ട് അവൾ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ അവൾക്കെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് അവൾ ആ ഒരു റിവഞ്ചിന്റെ ഗെയിം ഇവിടെ കളിക്കാൻ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കാടിനകത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ഇതിനകത്തുള്ളത് റഷ്യൻ പട്ടാളക്കാരാണ്. ഇപ്പൊ അവരുടെ ചീഫായിട്ടുള്ള ആ ഒരു പട്ടാളക്കാരൻ ഇവരോട് പറയുന്നുണ്ട് നമുക്കിനി എന്തായാലും കുറച്ച് നാളത്തേക്ക് ഫുഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. കാരണം ഉക്രൈൻ പട്ടാളക്കാരെ നമുക്ക് കൊണ്ടുവരുന്ന ഫുഡ് ട്രക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം തടഞ്ഞു വെച്ചേക്കാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? റൂൾസ് എല്ലാം മാറ്റി വെക്കുക. ഇനി നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കാൻ പോകുന്നത്. ഇപ്പൊ ഓർഡർ കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഏത് വീട്ടിൽ പോയിട്ട് മോഷ്ടിക്കുകയോ കൊള്ളയടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി ഒരു റൂൾസും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൂടി കേൾക്കുന്നതും ഇവരെല്ലാം ഈ ഒരു ടാങ്കർ ഉണ്ടല്ലോ അതും എടുത്തിട്ട് അടുത്തുള്ള ആ ഒരു ഗ്രാമങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ അതിലൊരു ഗ്രൂപ്പ് ഒരു വീടിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോഴത്തേക്കും ആ ഒരു വീടിനകത്ത് നിന്ന് വയസ്സായുള്ള ഒരാൾ വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അയാൾ വന്ന് ഇവരെ തടയാൻ ശ്രമിക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ അയാളെ അവിടെ ഇടിച്ച് താഴേക്കിട്ടിട്ട് നേരെ ആ ഒരു വീടിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരു പെൺകുട്ടിയുണ്ട്. അത് അയാളുടെ മകളായിരുന്നു. അവളുടെ പേര് കാറ്റിയ. അങ്ങനെ ഇവരകത്തേക്ക് വരുമ്പോഴത്തേക്കും കാറ്റിയ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവളെ വലിച്ച് അടുത്തുള്ള മുറിയിലേക്കിട്ട് അവളുടെ ബോധം പോയി. കുറച്ചു കഴിഞ്ഞ് അവൾ കണ്ണുറക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു പട്ടാളക്കാരെല്ലാവരും കൂടി ചേർന്ന് അവളെ അവിടെ വെച്ച് റേപ്പ് ചെയ്യാണ്. അവൾ രക്ഷപ്പെടാൻ വേണ്ടി അലറി വിളിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യമില്ല. ഇവർക്ക് ഈ റൂൾസും കാര്യങ്ങളൊന്നും ഇല്ലാതാകുമ്പോഴത്തേക്കും അവരുടെ സ്വഭാവം മാറുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. അതേസമയം മറ്റൊരു ഗ്രൂപ്പ് ഈ ഒരു ഗ്രാമത്തിന്റെ മറ്റൊരു വശത്തേക്ക് ചെന്നിട്ട് അവന്മാരെന്താ ചെയ്യുന്ന വെച്ചാൽ ഈ വീടിനകത്തേക്കെല്ലാം വെറുതെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കളിക്കുന്നു, എന്തോ ഗെയിം കളിക്കുന്നത് പോലെ. അപ്പോഴേക്കാണ് അതിലേ പോയ ഒരു വയസ്സുള്ള സ്ത്രീ ഇവരുടെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് ഏയ് നിങ്ങൾ എന്താ ചെയ്യുന്നേ? അവർ മനുഷ്യരാണ്, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയുള്ള കളിപ്പാവളല്ല. ഇത്തിരിയെങ്കിലും മനുഷ്യത്വം കാണിക്കണം എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ അതിന് മുകളിലിരിക്കുന്ന ഒരുത്തൻ ആ ഒരു സ്ത്രീയുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവരെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. അവർ പറയുന്നത് എന്താണെന്ന് പോലും അവന്മാർക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ഭ്രാന്ത് പിടിച്ച് നടക്കാണ്. അങ്ങനെ ഇവന്മാരെല്ലാം അവന്മാർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മോഷ്ടിച്ച് അവസാനം തിരിച്ചു വരുമ്പോഴത്തേക്കും കാറ്റിയ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെയും കൊണ്ടാണ് വരുന്നത്. കാരണം ഇവർക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ അവൾ ആ ഒരു വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആൻഡ്രൂവിന്റെ ആ ഒരു കാർ ഉണ്ടല്ലോ അതിലേക്ക് ആ ഒരു ടയറിൽ നിന്നും ഇവരൊരു പട്ടാളക്കാരന്റെ കാലിലൂടെ വണ്ടി കയറ്റി ഇറക്കിയപ്പോഴത്തേക്കും ആ ഒരു രക്തം അതിലുണ്ടായിരുന്നു. ആ ഒരു രക്തം എടുത്ത് അത് വെച്ച് അവൾ മന്ത്രവാദം ചെയ്യാൻ തുടങ്ങാണ്. ഇപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഈ ഒരു പട്ടാളക്കാരൻ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ വായിൽ നിന്ന് രക്തം പുറത്തേക്ക് വരുന്നു. അവൻ അത് ഛർദ്ദിച്ചിട്ട് വായനുള്ളിലൂടെ കൈയിട്ട് നോക്കുമ്പോഴത്തേക്കാണ് വായനുള്ളിലേക്ക് കൈയിട്ട് നോക്കുമ്പോഴത്തേക്കാണ് ഒരുപാട് മുടിയെല്ലാം വായിൽ നിന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്തോ ഒരു ബോള്. അവൻ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. എല്ലാവരും അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ അവസാനമായിട്ട് അവന്റെ വായിൽ നിന്നൊരു പേപ്പർ വെളിയിലേക്ക് വരുന്നു.
അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിലൊരു കാര്യം എഴുതിയിരിക്കുന്നത്, ഈ ഒരു കാട് ഇനി നിങ്ങൾക്കുള്ള ശവപ്പറമ്പായിട്ട് മാറാൻ പോവാണ് എന്നുള്ള രീതിയിൽ ഒരു വാണിംഗ് ആണ് അവൾ കൊടുക്കുന്നത്. ഇതുകൂടി കാണുന്നതും ആ ഒരു പട്ടാളക്കാരൻ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ആ ഒരു പട്ടാളക്കാരുടെ ചീഫ് ഉണ്ടല്ലോ, അയാൾ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കാണ് അയാളും ഒരു സ്വപ്നം കാണുന്നു. വേറൊന്നുമല്ല, ഹീറോയിന്റെ ആ ഒരു മുറിയാണല്ലോ മന്ത്രവാദം ചെയ്യുന്ന, അതിനകത്തേക്ക് അവൻ കയറി പോകുന്നതും അവിടെ വെച്ച് ഹീറോയിൻ അവൻ കാണുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ എല്ലാവരുടെയും മരണം എന്റെ കൈ കൊണ്ടായിരിക്കും എന്നുള്ള ആ ഒരു കാര്യമാണ് അവൻ സ്വപ്നം കാണുന്നത്. അങ്ങനെ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റ് ഇപ്പൊ ബാക്കിയുള്ള പട്ടാളക്കാരെ വിളിച്ചിട്ടാണ് പറയുന്നത്, ഓക്കെ കാറ്റിയ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുവന്ന ആ ഒരു പെണ്ണില്ലേ, അവളെ എന്തായാലും ഇവിടെ വെക്കണ്ട, അവളെ വിട്ടേക്ക്, അവളെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവത്തേ ഉള്ളൂ എന്നും പറഞ്ഞ് ആ ഒരു പെണ്ണിനെ ഇവർ കൊണ്ടുപോയി കളയാണ്. അങ്ങനെ കാറ്റിയ അവിടെ നിന്ന് എഴുന്നേറ്റ് കുറേ ദൂരം നടന്ന് അവസാനം ഒരു റോഡിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിലൊരു വണ്ടി പോകുന്നുണ്ട്. അതിൽ നിന്ന് ഇറങ്ങുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിനാണ്. ഹീറോയിന്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ അവൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് അവരോട് പ്രതികാരം ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ കാറ്റിയ ഒന്നും മിണ്ടത്തില്ല. പക്ഷെ അവളുടെ കണ്ണുകളിലൂടെ തന്നെ ഹീറോയിന് മനസ്സിലാവുന്നുണ്ട് അവൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതും അപ്പൊ തന്നെ അവളെ റേപ്പ് ചെയ്ത ആ ഒരു പട്ടാളക്കാരൻ അവിടെ നിന്ന് മൂത്രമൊഴിക്കുമ്പോഴത്തേക്കും വരുന്നത് സത്യത്തിലെ രക്തമാണ്. ഇത് കണ്ട് അവൻ നല്ലതുപോലെ പേടിച്ചിട്ട് അവൻ ഓടാൻ തുടങ്ങും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഇവനെ പതിയെ പതിയെ പേടിപ്പിക്കുകയാണ്. അതേസമയം മറ്റൊരു പട്ടാളക്കാരനെ ഹീറോയിൻ അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് അവന്റെ കൂടെയുള്ളവർ തന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവന്റെ ഫാമിലി ഫോട്ടോ കാണുമ്പോൾ ഹീറോയിൻ ആ ഒരു പട്ടാളക്കാരനെ വെറുതെ വിടും. എന്നിട്ട് മറ്റവന്റെ മുന്നിൽ ഈ ഒരു പണം ഉണ്ടല്ലോ, അത് പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ വിതറിയിടുമ്പോൾ അതെല്ലാം എടുത്തെടുത്ത് അവനിങ്ങനെ പോവാണ്. അങ്ങനെ അതും എടുത്ത് പോയി അവസാനം നമ്മുടെ ഹീറോയിന്റെ മുന്നിലേക്ക് വന്ന് ആ ഒരു പട്ടാളക്കാരനെ അവിടെ വെച്ച് കൊല്ലുന്നു. അങ്ങനെ അടുത്ത ദിവസം ഈ ഒരു പട്ടാളക്കാരെല്ലാം കണ്ണു തുറന്ന് എല്ലാവരും അവരുടെ ഫോണിൽ നോക്കുമ്പോഴത്തേക്കും എല്ലാവരുടെ ഫോണിൽ ഇതുപോലെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഈ ഒരു കാർഡ് നിങ്ങളുടെ ശവപ്പറമ്പായിട്ട് മാറാൻ പോവാണെന്ന്. അപ്പൊ ഇത് കണ്ടിട്ട് ബാക്കി എല്ലാവരും പേടിക്കുമ്പോഴത്തേക്കും ആ ഒരു ലീഡർ വന്നിട്ട് പറയും, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും സൂപ്പർ നാച്ചുറൽ പവർ ഒന്നുമല്ല, ഇത് നമ്മളെ സൈക്കോളജിക്കലായിട്ട് പേടിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമാകണമെന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സമാധാനപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഈ ഒരു കാടിന്റെ പല ഭാഗങ്ങളിൽ പോയി ഇങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ഒരിടത്ത് നിന്നും ഈ ഒരു വൂഡു ഡോൾസ് എന്ന് പറയുമല്ലോ, വൂഡു പാവകള്, മന്ത്രവാദം ചെയ്ത പാവകള്, അതിനെല്ലാം കെട്ടിത്തൂക്കിട്ടേക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതുകൂടി കാണുമ്പോഴത്തേക്കും ചിലർക്ക് ചെറിയ രീതിയിൽ പേടി വരുന്നുണ്ട്. അപ്പോഴേക്കാണ് മറ്റൊരിടത്ത് നമ്മുടെ ഹീറോയിൻ ആ ഒരു മന്ത്രവാദിനിയായിട്ട് അങ്ങനെ പറന്നിറങ്ങി അവളുടെ ആ ഒരു വേദന ഉണ്ടല്ലോ, ആ ഒരു ശബ്ദം നല്ലതുപോലെ ഇവർക്ക് കേൾക്കാൻ കഴിയും, കരയുന്ന ആ ഒരു ശബ്ദം. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ വേറൊരു വൂഡു പാവയെ വെച്ച് അതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരോ കരയുന്ന ഒരു ശബ്ദം കിട്ടി ഈ ഒരു പട്ടാളക്കാരെല്ലാം അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ കൂടെയുള്ള ഒരുത്തനെ അവിടെ ഒരു മരത്തിൽ കെട്ടിയിട്ടേക്കുന്നു. എന്നിട്ട് ഹീറോയിൻ ഇവിടെ ഈ ഒരു പാവയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം അവിടെയും സംഭവിക്കുന്നുണ്ട്. അവന്റെ ചുണ്ട് വലിച്ചു കീറുന്നുണ്ട്, ശരീരം മുഴുവൻ ഇങ്ങനെ കീറുന്നുണ്ട്. ഈ ഒരു പാവ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഇത് കണ്ടുകൊണ്ട് നിൽക്കാണ്. അപ്പൊ അതിലൊരു പട്ടാളക്കാരൻ ഓടി അവനെ അഴിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും അവന്റെ ശരീരം അവിടെ വെച്ച് പൊട്ടിയങ്ങ് തെറിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അവൻ പൊട്ടിത്തെറിക്കാനുള്ള ഒരു ട്രാപ്പ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു പട്ടാളക്കാരൻ അവിടെ വെച്ച് പൊട്ടിത്തെറിച്ചത്. അങ്ങനെ ഇത് കണ്ടിട്ട് എല്ലാവരും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതും ഇപ്പൊ അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾ ആ ഒരു മന്ത്രവാദത്തിന്റെ അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടി അതീവ ശക്തിയുള്ള പിശാചിനെ അവളുടെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. ഇത് കാരണം അവൾ കുറച്ചുകൂടി ഡേഞ്ചർ ആവും. അപ്പൊ ഈ ഒരു വീടിന്റെ വെളിയില്ലേ യാടെന്ന് പറഞ്ഞ ആ ഒരു ആന്റി തുണിയെല്ലാം എടുക്കാനായിട്ട് വരുമ്പോ തന്നെ ആകാശത്ത് കാക്കകൾ ഇങ്ങനെ ഒരുപാടായിട്ട് പറക്കുന്നു, അന്തരീക്ഷം മാറുന്നുണ്ട്. ഇത് കാരണം ആ ഒരു ആന്റിക്ക് മനസ്സിലായി ഹീറോയിൻ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ ഇത് മനസ്സിലാക്കി നമ്മുടെ ആന്റി അകത്തേക്ക് വന്നിട്ട് ഹീറോയിനോട് പറയും, ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നീ പിശാചുകളുടെ സഹായം ഒരിക്കലും ചോദിക്കരുത്, അത് വലിയ അപകടമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഇതിന്റെ അവസാനം എന്താണെന്ന് പോലും നിനക്ക് മനസ്സിലാവത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അവള് പറയും, ഇതിന്റെ അവസാനം എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല, കാരണം എനിക്കിനി നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല, ബാക്കിയെല്ലാം നിർത്തലാക്കി ഞാൻ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം നശിപ്പിച്ചവന്മാരെ ഇനി എന്തായാലും ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവള് വീണ്ടും ഈ ഒരു കാര്യങ്ങൾ തന്നെ ചെയ്യാൻ തുടങ്ങാണ്. അപ്പോൾ കാണിക്കുമ്പോഴത്തേക്കാണ് ഒരു പട്ടാളക്കാരൻ അവന്റെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അവന്റെ ഭാര്യയും കുട്ടികളും അവരെല്ലാവരും രക്തത്തിൽ കുളിച്ചെടുക്കുന്ന ആ ഒരു ഫോട്ടോ ആണ് കാണുന്നത്. സത്യത്തിൽ ഇത് റിയൽ അല്ല, ഹീറോയിൻ അവന്റെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടി ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ്. അങ്ങനെ ഈ ഒരു കാര്യം കൂടി കണ്ട് അവൻ നല്ലതുപോലെ പേടിച്ചിട്ട് ഇപ്പൊ ആ ഒരു പട്ടാളക്കാരനായിട്ടുള്ള ചീഫ് ഉണ്ടല്ലോ അവന്റെ അടുത്തേക്ക് വന്നിട്ട്, എനിക്ക് എന്തായാലും ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല, എന്റെ ഫാമിലി അവർക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവൻ പോകാനായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ചീഫ് പറയും, ഇല്ല നീ പോകരുത്, ഇവിടെ തന്നെ നിൽക്കാൻ പറയുമ്പോൾ അവൻ അതൊന്നും കേൾക്കാതെ ഇവരുടെ ആ ഒരു ടാങ്കർ ഉണ്ടല്ലോ അതും എടുത്ത് അവിടെ നിന്നങ്ങ് പോവാണ്. അങ്ങനെ ഒരുപാട് ദൂരം ഓടിച്ചുകൊണ്ട് ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ അവന്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് അവനെ അങ്ങനെ നോക്കി അവന്റെ മനസ്സ് കൺട്രോൾ ചെയ്തിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അവനെ കൊണ്ട് തന്നെ ആ ഒരു ടാങ്കർ ഓടിപ്പിച്ച് അവിടെയുള്ള 2 പട്ടാളക്കാരെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് കാരണം ബാക്കിയുള്ള പട്ടാളക്കാരെല്ലാം അവിടേക്ക് ഓടി വന്നിട്ട് ഈ ഒരു പട്ടാളക്കാരനെ പിടിച്ചിട്ട് നല്ലതുപോലെ അടിക്കുന്നുണ്ട്. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ സത്യം എന്താണെന്ന് അവനറിയാലോ. അപ്പൊ നമ്മുടെ ഹീറോയിനെ പറ്റിയും അവളാണ് ഇതെല്ലാം ചെയ്തതെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇവരാരും അത് വിശ്വസിക്കത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം ഇവരെല്ലാവരും ആ ഒരു ക്യാമ്പിന്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് അവിടേക്ക് ബോംബുകൾ വീണിട്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു.
ഇത് കണ്ട എല്ലാ പട്ടാളക്കാരും പലയിടങ്ങളിലേക്ക് ഓടി ഒളിക്കാൻ തുടങ്ങും. അങ്ങനെ ഓടി ഓടി ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലങ്ങളിൽ വന്നിങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് അതിലൊരു പട്ടാളക്കാരൻ ഓടി ഒരു പുകയ്ക്കുള്ളിലൂടെ കയറിയിട്ട് മറ്റൊരു വശത്തേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു പട്ടാളക്കാരനാണ് ആ ഒരു സൈക്കിളും കൊണ്ടുപോയിട്ടുള്ള ഒരു സാധാരണ സ്ത്രീ ഉണ്ടല്ലോ അവരെ ഷൂട്ട് ചെയ്ത് കൊന്നത്. ഇപ്പൊ അവൻ ഓടി ഒരിടത്തേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു സൈക്കിള് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ചേട്ടാ ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ നോക്കി നിൽക്കുമ്പോൾ അവന്റെ പുറകിലൂടെ ആ ഒരു സ്ത്രീയുടെ ഗോസ്റ്റ് ഉണ്ടല്ലോ അത് വന്ന് അവനെ പേടിപ്പിക്കാൻ തുടങ്ങും. സത്യത്തിൽ ഇതെല്ലാം നമ്മുടെ ഹീറോയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇത് കണ്ട് ഇവൻ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ പേടിച്ച് ഓടുമ്പോഴും എല്ലായിടങ്ങളിലും ആ ഒരു സ്ത്രീയുടെ ഗോസ്റ്റ് ഉണ്ട്. അങ്ങനെ പേടിച്ച് അവസാനം ഒരു കുഴിയിൽ വന്ന് ഇങ്ങനെ കിടക്കാണ്. അപ്പോഴേക്കാണ് ആ ഒരു ചീഫ് അയാൾ അവിടേക്ക് വന്നിട്ട് ഇവനോട് ചോദിക്കും, ഹേയ് എന്ത് പറ്റി? അപ്പൊ ആ ഒരു പട്ടാളക്കാരൻ ഇതുപോലെ ആ ഒരു കാര്യം പറയുമ്പോൾ ആ ഒരു ചീഫ് ഇപ്പോൾ രക്തം കൊണ്ട് അവന്റെ നെറ്റിയിൽ അവൻ മരിക്കാൻ പോവാണെന്ന് ഇങ്ങനെ എഴുതും. അവിടെയാണ് മറ്റൊരു കാര്യം, സത്യത്തിൽ അവന്റെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഹീറോയിൻ ആയിരുന്നു. പെട്ടെന്ന് അവളുടെ രൂപം മാറിയിട്ട് ആ ഒരു പട്ടാളക്കാരനെയും അവിടെ വെച്ച് കൊല്ലുകയാണ്. അങ്ങനെ കുറെ കഴിഞ്ഞ് ബാക്കിയുള്ള പട്ടാളക്കാർ ഇവനെ അന്വേഷിച്ച് അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവന്റെ ഹൃദയം തുരന്നെടുത്തുകൊണ്ടാണ് പോയിട്ടുള്ളത്. ഈ ഒരു കാര്യം കണ്ട് എല്ലാവരും പേടിച്ചിങ്ങനെ നിൽക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഇവരെല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ ഈ ഒരു ചീഫിനോട് പറയുന്നുണ്ട്, ചീഫ് ഇതെല്ലാം ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന ഒരു മന്ത്രവാദിയാണെന്ന്. കാരണം വർഷങ്ങളായിട്ട് ഈ ഒരു കാട്ടിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോഴും ആ ഒരു ചീഫ് ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അവനിപ്പോ ദേഷ്യപ്പെട്ട് ഇവരോട് സംസാരിക്കുകയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് തോന്നുന്നതാണെന്നെല്ലാം പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെ തന്നെ തോന്നിക്കൊണ്ടിരുന്നോട്ടെ. ഈ ഒരു പട്ടാളക്കാരൻ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഇനി നമ്മൾ കാണാൻ പോകുന്നില്ലല്ലോ. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിന്റെ പേര് ഇത്ര നേരം ഞാൻ പറഞ്ഞിരുന്നില്ല. ഈ ഒരു സ്റ്റോറിയിലും ഇപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അവളുടെ പേര് അലീന എന്നാണ്. ഇപ്പൊ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിന്റെ ഉള്ളിൽ ആ ഒരു പിശാച് കയറിയത് കൊണ്ട് തന്നെ അവൾ അത്രയും ഡേഞ്ചർ ആയിട്ട് മാറിയിട്ട് ആ ഒരു പിശാചിന് വിശക്കുന്നത് കൊണ്ട് അവളിപ്പോ കൊന്നല്ല ഒരു പട്ടാളക്കാരൻ അവന്റെ ഹൃദയം തന്നെ ഇപ്പൊ കഴിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ആ ഒരു ആന്റി നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. എന്നിട്ട് അവളെ തടയാൻ ശ്രമിക്കുമ്പോൾ അവൾ അത്രയും ദേഷ്യപ്പെട്ട് ആ ഒരു പിശാച് ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അവിടെ ഇനി പറയുന്നതൊന്നും കേൾക്കാൻ പോകുന്നില്ല. ഇപ്പൊ ദേഷ്യം കാരണം ആ ഒരു ആന്റിയുടെ കൈ വരെ അവൾ മുറിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും സാധാരണ അവസ്ഥയിൽ വന്നിട്ട് ആ ഒരു ആന്റിയോട് സോറി പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇപ്പൊ ആ ഒരു ആന്റിക്ക് മനസ്സിലായി അവളെ സ്വയം കൺട്രോൾ ചെയ്യുന്നത് അവള് പോലും അല്ല, ആ ഒരു പിശാചാണെന്ന്. അങ്ങനെ അന്ന് രാത്രി തന്നെ ഈ ഒരു പട്ടാളക്കാരുടെ ക്യാമ്പിലേക്ക് അവൾ വീണ്ടും ചെന്നിട്ട് അവരെല്ലാവരെയും പേടിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അടുത്ത ദിവസം ആ ഒരു ചീഫ് നോക്കുമ്പോഴത്തേക്കാണ് ഇവിടെ മരിച്ചുപോയ ആ ഒരു പട്ടാളക്കാരുടെ ശരീരം അവരവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പൊ കാണാനില്ല. അങ്ങനെ അതെവിടെ പോയെന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും ആ ഒരു ടാങ്കറും എടുത്ത് ഈ ഒരു കാടിന്റെ പല ഭാഗങ്ങളിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ വലിയൊരു മരമുണ്ട്. അതിന്റെ മുകളിൽ അവരുടെ എല്ലാവരുടെയും ശരീരം കെട്ടിത്തൂക്കിയിട്ടേക്കുന്നു, ഇവരെ കുറച്ചുകൂടി ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഇതെല്ലാം കണ്ട കൂട്ടത്തിലുള്ള ആ ഒരു പട്ടാളക്കാരൻ അയാൾക്ക് മനസ്സിലായി ഇതെന്തോ ഒരു റിവെഞ്ചിന് വേണ്ടിയിട്ട് ആരോ ഒരാൾ ചെയ്യുന്നതാണെന്ന്. അതുകൊണ്ട് എന്തായാലും ഇതുപോലെ ക്രൂരമായിട്ട് മരണപ്പെടാനായിട്ട് അവനെ കൊണ്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് തോക്കെടുത്ത് കഴുത്തിലേക്ക് വെച്ച് അയാൾ സ്വയം ഷൂട്ട് ചെയ്ത് മരണപ്പെടുകയാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കാറ്റിയ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണെ റേപ്പ് ചെയ്ത ആ ഒരു പട്ടാളക്കാരനുണ്ടല്ലോ അവനിപ്പോ ഒരിടത്തേക്ക് പോയി ഇങ്ങനെ മൂത്രം ഒഴിക്കുമ്പോഴത്തേക്കും അവിടെ നിന്നും ഈ പഴുതാര പാറ്റ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്നു. ഇത് കണ്ട് പേടിച്ചിട്ട് അവന്റെ കൺട്രോൾ പോയി നിയന്ത്രണം വിട്ടിട്ട് അവൻ പേടിച്ചിങ്ങനെ ഓടുകയാണ്. ഓടി അവസാനം അവൻ ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തും. എന്നിട്ട് കാറ്റിയ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ വീടിനകത്തേക്ക് കയറി അവിടെയുള്ളവരോട് സഹായം ചോദിക്കുമ്പോൾ അവിടെ ഈ കാറ്റിയ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിങ്ങനെ വന്ന് നിൽക്കുന്നു. അപ്പോൾ അവനായാലും പ്ലീസ് എന്നെ രക്ഷിക്കണമെന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവളുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഒരു വലിയ കോടാലിയുണ്ട്. ആ ഒരു കോടാലി പിടിച്ചിങ്ങനെ നിൽക്കാണ്. അപ്പോൾ അവൻ പറയും പ്ലീസ് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവൻ പതിയെ അവന്റെ തോക്കെടുക്കാണ്ട് ഇങ്ങനെ ശ്രമിക്കുന്നതും ആ ഒരു കോടാലി കൊണ്ട് ഒരു ഒറ്റ വെട്ട് ഞാൻ അവന്റെ കാര്യം കഴിഞ്ഞു. അപ്പൊ കാറ്റിയയ്ക്ക് വേണ്ടി ഈ ഒരു കാര്യം ചെയ്തത് നമ്മുടെ ഹീറോയിനാണ്. അവന്റെ മനസ്സ് കൺട്രോൾ ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവന്നത് ഹീറോയിനായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു പട്ടാളക്കാരെ ഇത് ചെയ്യുന്നത് എന്തായാലും ഒരു മന്ത്രവാദിനിയാണെന്ന് അവർക്ക് മനസ്സിലായി. ആ ഒരു രീതിയിൽ അവളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവർ പലയിടങ്ങളിലായിട്ട് പോയി ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും ഇതിലുള്ള 2 പട്ടാളക്കാർ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്തിട്ട് അതിലൊരുത്തനെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബാക്കിയുള്ള ആ ഒരു ചീഫും അവന്റെ കൂടെയുള്ള 2 പട്ടാളക്കാരും നമ്മുടെ ഹീറോയിൻ കുറച്ച് ദൂരെയായിട്ട് നിൽക്കുന്നത് കണ്ട് ഹീറോയിൻ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ ഹീറോയിൻ രക്ഷപ്പെട്ട് അവളുടെ വീട്ടിലേക്ക് വന്ന് ഇപ്പൊ അവളുടെ ദേഹത്തുള്ള ബുള്ളറ്റ് എല്ലാം പുറത്തെടുക്കുകയാണ്. അപ്പോഴും ആ ഒരു ആന്റി പറയുന്നുണ്ട് നീ ഇതെല്ലാം നിർത്തണം, ഇതോടെ എല്ലാം അവസാനിപ്പിക്കണമെന്നെല്ലാം. പക്ഷെ അവൾ അപ്പോഴും കേൾക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു പട്ടാളക്കാർ ഇവളുടെ ഈ ഒരു വീട് കണ്ടുപിടിച്ചിട്ട് ഇതിനകത്തേക്ക് കയറി വന്ന് ഇവരെ കൊല്ലാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. പക്ഷെ ആ ഒരു ആന്റി എങ്ങനെ രക്ഷപ്പെട്ടു. ഇപ്പൊ 2 പട്ടാളക്കാർ അകത്തേക്ക് കയറി വന്നിട്ട് അവർക്ക് 2 പേർക്കും പരസ്പരം മനസ്സിലാവാതെ ഒരുത്തനെ ഒരു പട്ടാളക്കാരെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത പട്ടാളക്കാരനെയും നമ്മുടെ ഹീറോയിൻ തന്നെ അവനെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ കൊല്ലുമ്പോഴത്തേക്കും ആ ഒരു ലീഡർ നമ്മുടെ ഹീറോയിനെ കണ്ടുപിടിച്ച് അവളെ ഇടിച്ചൊക്കെ താഴെക്കിടുകയാണ്. ഓക്കെ നിന്നെ ഞാൻ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞ് അവൻ അത്രയും നല്ല സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് ഹീറോയിനെ പിടിച്ചിട്ട് അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ട്വിസ്റ്റ്. വേറെ ഒന്നും അല്ല, അത് ഹീറോയിൻ അല്ലായിരുന്നു. അവൻ ഇത്രയും നേരം അത് ഹീറോയിൻ ആണെന്ന് തോന്നിയതാണ്. സത്യത്തിൽ ഹീറോയിൻ ഇപ്പോൾ പെട്ടെന്ന് അവന്റെ പുറകിലേക്ക് വന്നിട്ട് അവസാനം ആ ഒരു പട്ടാളക്കാരനെ എങ്ങനെയെല്ലാം ക്രൂരമായിട്ട് ഉപദ്രവിക്കാൻ പറ്റും അതുപോലെ തന്നെ ഉപദ്രവിച്ച് അവൻ അവിടെ വെച്ച് കൊല്ലുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഈ ഒരു ആന്റി നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് ഇപ്പോൾ ഒരു കാര്യം പറയുന്നത്. അത് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഹീറോയിൻ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഇപ്പൊ ആ ഒരു പിശാച് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു കുഞ്ഞ് നല്ലതുപോലെ ജനിക്കത്തില്ല. ഇനി നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാനും നിന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞിനെ നിനക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നീ അതിനെ വളർത്തി നല്ലതുപോലെ ജീവിക്കണമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ്
സോറി, നേരത്തെ ആ ഒരു പട്ടാളക്കാരനെ കൊന്നില്ലായിരുന്നു, അവനിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ആ ഒരു റിവഞ്ചും കഴിഞ്ഞിട്ടില്ല. പെട്ടെന്ന് തിരിയുമ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു നായ ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നു. ഇതുകൂടി കാണുമ്പോൾ അവൾക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്ന് അവളിപ്പോൾ ആ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോഴത്തേക്കാണ് അവളുടെ യഥാർത്ഥ രൂപം അവൾ കാണുന്നത്. ഇതുകൂടി കണ്ട് അവളുടെ മനസ്സ് പെട്ടെന്ന് മാറിയിട്ട് ഈ ഒരു പട്ടാളക്കാരനെ കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ, ആ ഒരു ദേഷ്യംകാരൻ ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ആ ഒരു ആന്റി പറയുന്നത് അതിന് നമുക്ക് വേറൊരു വഴിയുണ്ടെന്നും പറഞ്ഞ്. ഇപ്പൊ അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ലീഡർ അവന്റെ ക്യാമ്പിൽ തന്നെ വന്ന് ഇരിപ്പുണ്ട്. അതുപോലെ ഇത്തവണയാണെങ്കിലോ അവന് ഒരു സ്വയബോധമില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്യുമ്പോഴത്തേക്കും ഈ യുക്രൈൻ പട്ടാളക്കാരുണ്ടല്ലോ, അവരവിടേക്ക് വന്ന് ഈ ഒരു ലീഡറിനെ പിടിക്കുകയാണ്. എന്നിട്ട് അവരവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവൻ മാനസികമായിട്ടും ഒരു ഭ്രാന്തനെ പോലെ ആയിരിക്കും ഇനിയുള്ള കാലം മുഴുവനായിട്ട് ജീവിക്കാൻ പോകുന്നത്. അതാണ് അവന് കൊടുത്തിരിക്കുന്ന ഒരു ശിക്ഷ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അലീനയെ കാണിക്കുമ്പോൾ ഇപ്പൊ കുറെ നാൾ കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ അവളുടെ ആ ഒരു കുഞ്ഞുമായിട്ട് നല്ല ഹാപ്പി ആയിട്ടുള്ള ജീവിതം തന്നെയാണ് ജീവിക്കുന്നത്. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.